ക്ഷേമപ്രവർത്തനങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിൽ എല്ലാ കാലത്തും ക്ഷേമപ്രവർത്തനങ്ങളോട് വിപ്രതിപത്തി കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ചെറിയ സംഖ്യയാണല്ലോ, 45 രൂപ കൊടുത്തു തുടങ്ങിയത്. അന്നതിനെ കോൺഗ്രസ് എതിർത്തു. പിന്നെ 5 വർഷക്കാലം കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു അധികാരത്തിൽ. അതിനോട് വലിയ വിപ്രതിപത്തി കാണിക്കുന്ന നിലയാണ് ആ സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടുന്ന് 60 രൂപയാണെന്നാണ് ഓർമ്മ, 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴും അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് UDF ഗവൺമെൻറ് വർഷങ്ങൾ ഈ പെൻഷൻ കുടിശ്ശികയാക്കി നിർത്തുന്ന നില സ്വീകരിച്ചു. ഇതെല്ലാം ഈ പെൻഷൻ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും എടുത്തിരുന്നത്. അതിനൊരു മാറ്റം വന്നത് കടലാസിലാണെങ്കിലും 2016 അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലുള്ള UDF ഗവൺമെൻറ് അതിനകത്ത് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേവരെയുള്ള എല്ലാ വർധനവും 45 നിന്ന് 60, 60 നിന്ന് 90, 90 നിന്ന് പിന്നീടുള്ള വർധനവ്, പിന്നെ 500 ആക്കൽ, അതെല്ലാം നിരവധി ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകൾ ചെയ്ത കാര്യമാണ്. ആ ഘട്ടത്തിലെല്ലാം അതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് 100 രൂപ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരെടുത്തു. പക്ഷെ കാശ് കൊടുത്തില്ല കേട്ടോ. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. തീരുമാനം പറഞ്ഞു, കാശ് കൊടുത്തില്ല. 18 മാസം കുടിശ്ശിക. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പോൾ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് 600 രൂപ 18 മാസം കുടിശ്ശിക. ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ 600 നിന്ന് വർധനവ് തുടങ്ങി. 1600 വരെ വർദ്ധിച്ച് അവിടെ നിന്നു. അപ്പോൾ LDF സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തൊരു പാപ്പരത്വമാണെന്ന് നോക്കണം. എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ LDF നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പണം കൃത്യമായി വീഴ്ചയില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ്. അത് കൊടുക്കാതിരിക്കുന്നതിന് ഒട്ടേറെ ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ് അടക്കം ഭാഗത്തുനിന്നുണ്ടായി. ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി ആ കമ്പനി എടുക്കുന്ന പണം സംസ്ഥാനം എടുക്കുന്ന വായ്പയായി കണക്കാക്കും.
എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കലായിരുന്നു ഉദ്ദേശം.